പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം നമുക്ക് ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ മേലും ശ്രോതാക്കളുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കണമേ. അടിയൻ്റെ അധരങ്ങൾ തുറന്നു തരണം. ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുവാൻ, നീ തരുന്ന വാക്കുകൾ ഉപയോഗിച്ച് നീ തരുന്ന കാര്യങ്ങൾ പറയുവാൻ അടിയനെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മനിർവ്വ് തരണമേ, വാക്കുകളെ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രോതാക്കളുടെ ഹൃദയങ്ങളിൽ ഇവ ആഴമായി പതിയാനും അവ പ്രവർത്തിക്കുവാനും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുവാനും കർത്താവിനോട് ചേർന്ന് നിന്നെ രക്ഷിതമായി വിശ്വസിച്ച് സ്വർഗരാജ്യത്തിന് അവകാശികളാകുവാനും വേണ്ട കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമീൻ. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് എഫേസ്യസ് ലേഖനത്തിൽ 4-ാം അധ്യായം 7 മുതൽ ഉള്ള വാക്യങ്ങളാണ് നമുക്ക് ധ്യാനിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആ വാക്യം വായിക്കുകയാണ്. 4:7. നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിന് അനുസൃതമായി കൃപ നൽകപ്പെട്ടിരിക്കുന്നു. ദാനങ്ങൾ ഉണ്ട്, അതിനെക്കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അടിസ്ഥാനപരമായി സഭയിൽ ഐക്യം നിലനിൽക്കുകയാണ്, അഥവാ നിലനിൽക്കണം. ഉയർത്തെഴുന്നേറ്റനായ യേശു ആൾക്കാർക്ക്, വിശ്വാസികൾക്ക് വിവിധ ദാനങ്ങളാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ സഭയിൽ ഐക്യമുണ്ട്. ദാനങ്ങളിൽ വ്യത്യാസമുണ്ട്. എന്തിനാണ് ഈ ദാനങ്ങൾ നൽകിയത്? അത് സഭയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്, സഭയുടെ അഭിവൃദ്ധിക്ക് ആവശ്യമാണ്. ഓരോ അവയവവും ഓരോ അംഗവും അവരുടേതായ സംഭാവനകൾ നൽകി, അത് അതിവിശിഷ്ടമായ നിലയിൽ നൽകി. അങ്ങനെ സഭയെ വളർത്തുവാൻ അവരെ പ്രാപ്തരാക്കണം. ഇതിനാണ് ഈ ദാനങ്ങൾ നൽകിയിരിക്കുന്നത്. ദാനങ്ങളുടെ പട്ടിക റോമാലേഖനം 12:3-8 വരെ, 1 കൊരിന്ത്യർ 12:1-13 വരെയും നൽകിയിട്ടുണ്ട്. ആ പട്ടിക നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആ പട്ടിക മാത്രം ഞാനൊന്ന് വായിക്കാം. റോ 1 കൊരിന്ത്യർ 12 എഴുതിയിരിക്കുന്നത്, ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതുനന്മയ്ക്ക് വേണ്ടിയാണ്. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനം, മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനം. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസം, വേറൊരുവന് രോഗശാന്തിക്കുള്ള വരം, ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ശക്തി, മറ്റൊരുവന് പ്രവചിക്കാൻ വരം, വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവ്, വേറൊരുവന് ഭാഷാവരം, വേറൊരുവന് വ്യാഖ്യാനത്തിനുള്ള വരം. അതേ ആത്മാവ് തന്നെയാണ് ഇതെല്ലാം നൽകുന്നത്. തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ തന്നെ പ്രവൃത്തിയാണ് ഇതെല്ലാം. റോമാലേഖനം 12-ാം അധ്യായത്തിലും 8 മുതൽ 3 വരെ 8 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് ദാനങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. റോമാലേഖനം 12-ാം അധ്യായം 3 മുതൽ 8 വരെ. എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി
നിങ്ങളോട് ഞാൻ പറയുന്നു, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് വിവേകപൂർവ്വം ചിന്തിക്കുവിൻ. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് നമുക്കുള്ള ദാനങ്ങളും വ്യത്യസ്തങ്ങളാണ്. പ്രവചനവരം വിശ്വാസത്തിന് ചേർന്ന വിധം പ്രവചിക്കുന്നതിലും, ശുശ്രൂഷാവരം ശുശ്രൂഷാ നിർവഹണത്തിലും, അധ്യാപനവരം അധ്യാപനത്തിലും, ഉപദേശവരം ഉപദേശത്തിലും നമുക്ക് ഉപയോഗിക്കാം. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും, നേതൃത്വം നൽകുന്നവൻ തീഷ്ണതയോടെയും, കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. റോമാലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിലും ദാനങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് ഓരോ അംഗങ്ങൾക്കുള്ള ദാനങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എഫേസോസിൽ ഇപ്പോൾ നമ്മൾ വായിക്കുന്ന അവിടെ എഴുതിയിരിക്കുന്ന ദാനങ്ങൾ ഈ പറഞ്ഞവയിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ കാരണം എഫേസോസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് സാർവത്രിക സഭയെ മൊത്തത്തിലെടുത്തുകൊണ്ടാണ്. മറ്റേത് രണ്ടും പ്രാദേശികമായ സഭകളെ ഉദ്ദേശിച്ചും അപ്പോൾ വ്യക്തികൾക്ക് പ്രത്യേകമായിട്ട് ലഭിക്കുന്ന ചില ദാനങ്ങളെക്കുറിച്ചുമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സഭയിൽ ചില പദവികൾ വഹിക്കുന്നവർക്കാണ് എഫേസോസ് ലേഖനത്തിൽ പറയുന്ന ഈ ദാനങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത്. ഭാഷാവരം, രോഗശാന്തിവരം തുടങ്ങി വ്യക്തിപരമായുള്ള കൃപാദാനങ്ങളെക്കുറിച്ച് എഫേസോസിൽ അവിടെ സൂചന ഇല്ല. എന്നാൽ കൊരിന്ത്യ ലേഖനത്തിൽ വ്യക്തിപരമായി അംഗങ്ങൾ കിട്ടുന്ന ദാനങ്ങളെക്കുറിച്ചാണ് കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നൊരു വ്യത്യാസം നമ്മൾ കാണുന്നത് എഫേസോസ് ലേഖനത്തിൽ ദാനങ്ങളുടെ സ്രോതസ് അത് വിതരണം ചെയ്യുന്നത് ഇത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആണെന്നുള്ള രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. 1 കൊരിന്ത്യരിലാണെങ്കിൽ ഈ ദാനങ്ങൾ നൽകുന്നത് പരിശുദ്ധാത്മാവാണെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനത്തിൽ ദൈവം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നൊരു പ്രത്യേകത, കൊരിന്ത്യ ലേഖനത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു തിരശ്ചീന ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. തല, കൈകൾ, പാദങ്ങൾ ആ രീതിയിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരിലും പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ഓരോ ക്രിസ്ത്യ വിശ്വാസിക്കും നൽകപ്പെടുന്ന വിവിധ ദാനങ്ങളാണതെല്ലാം. എഫേസോസ് ലേഖനത്തിൽ ലംബമായ ഒരു ചിത്രമാണ്. ക്രിസ്തുവാണ് അതിൻ്റെ തല. 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട്. സജീവമാക്കുകയും ഏകീകരിക്കുകയും ചെയ്യുന്നത് ക്രിസ്തുവാണ്. സഭാ അംഗങ്ങളെല്ലാം ക്രിസ്തുവിൽ ഐക്യപ്പെട്ടിരിക്കുന്നു. ഈ രീതിയിലാണ് എഫേസോസ് ലേഖനത്തിൽ ദാനങ്ങളെക്കുറിച്ച് വിവരിച്ച് ഇരിക്കുന്നത്. 1 തിമോത്തിയോസ് 1:14 പൗലോസ് എഴുതിയിരിക്കുകയാണ്, കർത്താവിൻ്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും ഒപ്പം എന്നിലേക്ക് കവിഞ്ഞ് ഒഴുകി. പൗലോസിന് അങ്ങനെ പറയാൻ സാധിക്കും. കർത്താവിൻ്റെ കൃപ എന്നിലേക്ക് നിറഞ്ഞ് നല്ല കവിഞ്ഞ് ഒഴുകി. അത്രയും കർത്താവ് നമുക്ക് തരുന്നു. വിശ്വാസത്തോടും സ്നേഹത്തോടും ഒപ്പം ആ കൃപ കവിഞ്ഞ് ഒഴുകണം. ഇത് നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്. കുറച്ച് കിട്ടിയാൽ അങ്ങ് തൃപ്തിപ്പെട്ടുകൊണ്ടിരിക്കണ്ട. തരട്ടെ, കർത്താവ് ധാരാളം കൃപ തരട്ടെ. കർത്താവിൻ്റെ കയ്യിലുണ്ട്.
അത് കവിഞ്ഞ് ഒഴുകണം. നമ്മളിപ്പം വായിച്ച ആ വാക്യത്തിൽ വിവിധ ദാനങ്ങളെക്കുറിച്ച് പറഞ്ഞു. കൊറിന്ത്യയിലും റോമായിലും ഉള്ള രേഖപ്പെടുത്തിയിരിക്കുന്ന ദാനങ്ങളുമായിട്ട് ഇവയ്ക്കുള്ള വ്യത്യാസം എന്താണെന്നാണ് നമ്മൾ ഒന്ന് കണ്ടത്. ഇനി നമ്മൾ 4-ാം അധ്യായത്തിലെ 8-9 വാക്യങ്ങൾ ഒന്നിച്ച് നോക്കാം. 8. അതിനാൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി. മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി. അവൻ ആരോഹണം ചെയ്തു എന്നതിൻ്റെ അർത്ഥം എന്താണ്? അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നുകൂടിയല്ലേ? ഇറങ്ങിയവൻ തന്നെയാണ് എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി എല്ലാ സ്വർഗങ്ങൾക്കും ഉപരി ആരോഹണം ചെയ്തവനും. ഇറങ്ങുന്നു, ആരോഹണം ചെയ്യുന്നു. ഈ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വാക്യം 9 സങ്കീർത്തനം 68:18 ഉദ്ധരിച്ചിരിക്കുകയാണ്. ഇറങ്ങിയെന്നും കയറിയെന്നുമുള്ളൊരാശയം. മരുഭൂമിയിൽ കൂടി കനാൻ നാട്ടിലേക്ക് ദൈവം തൻ്റെ ജനത്തെ നയിച്ച ഒരു ജയഘോഷ യാത്രയാണ് ഈ വാക്യത്തിൻ്റെ മൂല ആശയം. ആരോഹണം ചെയ്തു എന്നൊക്കെ പറയുന്നത് മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ച് കനാൻ നാട്ടിലേക്ക് പോവുകയാണ്. 40 വർഷമെടുത്തല്ലോ, ദൈവമാണത് നയിച്ചത്. ആ ജയഘോഷ യാത്രയെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ സങ്കീർത്തനം 68:18 പറയുന്നത്. അനേകം തടവുകാരെയും കവർച്ച വസ്തുക്കളെയും കൂടെ കൊണ്ടുപോയി. എന്നാൽ റബിമാരത് വ്യാഖ്യാനിക്കുമ്പോൾ വേറൊരു രീതിയിലാണ് റബിമാരതിനെ വ്യാഖ്യാനിക്കുന്നത്. അത് മോശയെ കുറിക്കുന്നു. കയറി എന്ന് പറയുന്നത് മോശയെ കുറിക്കുന്നു. ദൈവത്തിൽ നിന്നും കൽപ്പനകൾ സ്വീകരിക്കാൻ മോശ സീനായി പർവ്വതത്തിലേക്ക് ആരോഹണം ചെയ്തുവല്ലോ. അപ്പോൾ ആരോഹണം ചെയ്തെന്ന് പറയുന്നത് മോശയെക്കുറിച്ചാണ്. എവിടെ ആരോഹണം ചെയ്തു? സീനായി പർവ്വതത്തിലേക്ക് ആരോഹണം ചെയ്തു. എന്തിനാണ്? കൽപ്പനകൾ വാങ്ങിക്കാൻ. അതാണ് റബിമാർ വ്യാഖ്യാനിച്ച് പറയുന്നത്. അത് കൽപ്പനകൾ ജനങ്ങൾക്ക് ദാനമായിട്ട്, അതാണ് ദാനമെന്നുള്ള വാക്ക്, ദാനമായിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ മോശ കയറിയത്. ഈ അർത്ഥം മനസ്സിൽ വെച്ചുകൊണ്ട് കൽപ്പനകൾ നൽകപ്പെട്ടതിൻ്റെ അനുസ്മരണമായി പെന്തക്കോസ്താ തിരുനാളിൽ സിനഗോഗുകളിൽ ഈ സങ്കീർത്തനം ചൊല്ലുമായിരുന്നു. പെന്തക്കോസ്താ തിരുനാൾ വരുമ്പോൾ സിനഗോഗുകളിൽ ഈ സങ്കീർത്തനം ഒന്ന് ചൊല്ലും. അതെന്തിനാണെന്ന് വെച്ചാൽ മോശ കയറിപ്പോയി കൽപ്പനകൾ വാങ്ങിച്ച് ജനങ്ങൾ കൊടുത്ത അതിനെ അനുസ്മരിപ്പിക്കാനായിട്ടാണ് സങ്കീർത്തനം 68:18 സിനഗോഗുകളിൽ പെന്തക്കോസ്തായുടെ ദിവസം വായിക്കും. എന്നാൽ ഇവിടെ എഫെസോസ് ലേഖനത്തിലെ പൗലോസ് ഒരു ക്രിസ്തീയ വീക്ഷണത്തിൽ കൂടിയുള്ള ഒരു അർത്ഥം, ഒരു വ്യാഖ്യാനമാണ് നമുക്ക് നൽകുന്നത്. അതിൻ്റെ പൊതുവായ ഒരു ആശയം ഇതാണ്: യേശു ക്രിസ്തു വിജയിച്ചവനാണ്. മരണത്തിൽ നിന്ന് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. വിജയിച്ചവനായ ക്രിസ്തു സ്വർഗത്തിലേക്ക് കയറി സഭയുടെ വിവിധ ശുശ്രൂഷകളിൽ ഉപയോഗിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിനെ ദാനമായി ഈ ഭൂമിയിലേക്ക് നൽകുന്നതിന് വേണ്ടിയായിരുന്നു അപ്രകാരം ചെയ്തത്. ഞാൻ പോയിട്ട് പരിശുദ്ധാത്മാവിനെ അയക്കാം എന്ന് യേശു വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അവൻ സ്വർഗത്തിലേക്ക് കയറി പരിശുദ്ധാത്മാവിനെ ദാനമായിട്ട് നമ്മളിലേക്ക് അയക്കുന്നു. ആരോഹണം ചെയ്തു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അവൻ എപ്പോഴോ ഒരിക്കൽ അതോ ഭാഗത്തേക്ക് ഒരിക്കൽ ഇറങ്ങി എന്നും ആ വാക്യത്തിൽ നിന്ന് സൂചനയുണ്ടല്ലോ. അതങ്ങനെ പൗലോസ് ചോദിക്കുന്നുണ്ട് നമ്മളോട്. അതോ ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്?
അതിലും വ്യാഖ്യാനത്തിനൊക്കെ വ്യത്യാസമുണ്ട്. മരിച്ചവരുടെ ഇടയിലേക്ക് ഇറങ്ങി എന്ന അർത്ഥം നമുക്ക് വേണേൽ എടുക്കാം. അങ്ങനെയാണ് ചിലരത് വ്യാഖ്യാനിക്കുന്നത്. അത് ന്യായീകരിക്കാൻ വേണ്ടി പത്രോസിൻ്റെ ചില വചനങ്ങൾ ബൈബിളിൽ നിന്ന് ചിലർ ഉദ്ധരിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് 1 പത്രോസ് 3:19, ആത്മാവോടുകൂടെ ചെന്ന് അവൻ യേശുക്രിസ്തു ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു. മരിച്ച് അടക്കപ്പെട്ട് 3 ദിവസം കഴിഞ്ഞാണല്ലോ ഉയർത്തെഴുന്നേറ്റത്. എങ്ങോട്ടാണ് പോയെന്നുള്ളതിന് നമുക്ക് പലർക്കും പല അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട്. പത്രോസ് പറഞ്ഞിരിക്കുന്നത് ആത്മാവോടുകൂടി ചെന്ന് ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം അറിയിച്ചു എന്നാണ്. മരിച്ചുപോയ ഈ ആത്മാക്കളോട് സുവിശേഷം അറിയിച്ചു. അപ്പോൾ യേശു അതോ ലോകത്തിലേക്ക് ഇറങ്ങി എന്ന് പറയുന്നത് അതാണെന്നാണ് ചിലർ വ്യാഖ്യാനിക്കുന്നത്. പത്രോസ് വേറൊരു വാക്യം കൊണ്ട് എഴുതിയിട്ടുണ്ട്. 1 പത്രോസ് 4:6, എന്തെന്നാൽ ശരീരത്തിൽ മനുഷ്യരെ പോലെ വിധിക്കപ്പെട്ടെങ്കിലും ആത്മാവിൽ ദൈവത്തെ പോലെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് മരിച്ചവരോടുപോലും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത്. അപ്പോൾ മരിച്ചവരോട് ക്രിസ്തുവിന് മുമ്പുള്ള കാര്യമാണ് സുവിശേഷം പ്രസംഗിക്കപ്പെടുവാൻ ഇടയായി. യേശു കർത്താവ് അങ്ങോട്ടാണ് പോയത് എന്ന് പത്രോസിൻ്റെ ഈ വാക്യം ഉപയോഗിച്ച് പലരും വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ അതോ ഭാഗത്തേക്ക് പോയി എന്ന് പറയുന്നത് അതാണെന്നാണ് ചിലർ വ്യാഖ്യാനിക്കുന്നത്. ഇനി ചിലരുടെ വ്യാഖ്യാനം അങ്ങനെയല്ല. അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്നും ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തു എന്നതും ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും ഈ ഭൂമിയിലെ ജീവിതവും അതിനുശേഷം സ്വർഗാരോഹണം ചെയ്തതിനെയുമാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നു. അപ്പം മരിച്ചവരുടെ ഇടയിലേക്ക് പോയതിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, ഈ ഭൂമിയിലേക്ക് വന്നതിനെക്കുറിച്ചും സ്വർഗാരോഹണം ചെയ്തതിനെക്കുറിച്ചുമാണ്. അതാണെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. ഈ വ്യാഖ്യാനവും ഒറ്റയടിക്ക് നമുക്ക് തള്ളിക്കളയാനൊക്കത്തില്ല. കൂടുതൽ പഠനങ്ങൾ അതിന് ആവശ്യമാണ്. ഏതായാലും യേശു കർത്താവ് സ്വർഗത്തിലേക്ക് പോയി എന്നുള്ളത് നമുക്ക് അറിയാം, വാക്യങ്ങളുമുണ്ട്. ഹെബ്രായ ലേഖനം 4:14, സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്ക് ഉള്ളതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. ഹെബ്രായ ലേഖനം 4:14 ഈ വാക്യം നമ്മളെ സംബന്ധിച്ച് അതിപ്രധാനമാണ്. കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഇല്ലാതായി പോയതില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു, വിജയശ്രീ ലാളിതനായി. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അവൻ ഉയർത്തെഴുന്നേറ്റു, സാക്ഷികളുമുണ്ട്. അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു, കണ്ടവരുണ്ട്. അത് വലിയ തെളിവാണ്. എവിടെ പോയി? സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിലേക്കാണ് പോയത്. അവന് ഇപ്പോൾ കൃപയുടെ സിംഹാസനത്തിലിരിക്കുന്നു എന്നാണ് ഹെബ്രായ ലേഖനം പറഞ്ഞിരിക്കുന്നത്. കൃപാസനത്തിലിരിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും യേശുവിനെ അടുത്തേക്ക് ചെന്ന് പ്രാർത്ഥിക്കാം. വിധിയാളനായിട്ടല്ല, സിംഹാസനത്തിലിരുന്ന് വിധിക്കാനിരിക്കുകയല്ല, പിന്നെയോ കൃപയുടെ സിംഹാസനത്തിലിരിക്കുകയാണ്. നമ്മൾ ബലഹീനപാത്രങ്ങളാണ്, പാപം ചെയ്തു പോയിട്ടുണ്ട്. അവൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമീപിക്കാൻ അവസരമുണ്ട്. കൃപയോടുകൂടി ഇരിക്കുകയാണ്. ആരെയും വഴക്ക് പറയത്തില്ല, ആരെയും ശകാരിക്കത്തില്ല. അനുതാപമുള്ള ഹൃദയത്തോടുകൂടി അവൻ്റെ സന്നിധിയിലേക്ക് ചെന്നാൽ മതി, അവൻ കൃപ നമുക്ക് നൽകും. ഇതാ നമ്മുടെ അവസ്ഥ. നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. കൃപയുടെ സിംഹാസനത്തിലിരിക്കുന്ന യേശു കർത്താവ് സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി ഉറച്ച് ചിന്തിച്ച് അവനിൽ ആശ്രയിച്ചാൽ മതി. എല്ലാ കാര്യങ്ങളും കർത്താവ് നമുക്ക് വേണ്ടി നടത്തിത്തരും. മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങളിലും അപ്പസ്തോല പ്രവർത്തനങ്ങളിലും യേശുവിൻ്റെ സ്വർഗാരോഹണം വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. സംശയിക്കാനൊന്നുമില്ല, അനേകർ കണ്ട കാര്യമാണ്. യേശുവിൻ്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത്
ഒരു വിജയമാണ്. മരണത്തെ തോൽപ്പിച്ചു, സാത്താനെ കാൽക്കീഴിലാക്കി. അവൻ വിജയശ്രീലാളിതനായി ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് കയറിയിരിക്കുകയാണ്. യേശയ്യ 53:12 ഇതിൻ്റെ ഒരു സൂചനയുണ്ട്. മഹാന്മാരോടൊപ്പം ഞാൻ അവന് അവകാശം കൊടുക്കും, ശക്തരോടുകൂടെ അവൻ കൊള്ള മുതൽ പങ്കിടും. എന്തെന്നാൽ അവൻ തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. അല്ലേ? കഴിയുമ്പോൾ മഹാന്മാരോടുകൂടി അവൻ അവകാശം കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരാജയത്തിൻ്റെ ആളല്ല, വിജയത്തിൻ്റെ ഘോഷയാത്ര. മത്തായിയുടെ സുവിശേഷം 12:20 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നീതിയെ വിജയത്തിലെത്തിക്കുന്നത് വരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയില്ല. ആശ്രയിക്കാവുന്ന ശക്തനായ ദൈവമാണ് യേശു കർത്താവ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. വെളിപാട് 3:21 എഴുതിയിരിക്കുന്നു: ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിലിരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ധൈര്യമായിട്ട് നമുക്ക് അവൻ്റെ സമീപിക്കാം, മനസ്താപത്തോടുകൂടി അവൻ്റെ സന്നിധിയിൽ സമീപിക്കാം. അവൻ കൃപയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. വിശ്വാസികളായവർക്ക് യേശു ക്രിസ്തു ദാനങ്ങൾ നൽകി. വിശ്വാസികൾക്ക് അവൻ ദാനങ്ങൾ നൽകി എന്ന വാക്യം, എന്തെല്ലാമാണ് ദാനങ്ങളായിട്ട് നൽകിയത്? ചിലത് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്ന്, നമുക്ക് ആശ്വാസം നൽകുന്നു. മത്തായിയുടെ സുവിശേഷം 11:28 അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അധ്വാനം കൊണ്ടും ഭാരം വഹിക്കുന്നത് കൊണ്ടും നമ്മൾ ക്ഷീണിതരായി പോകുന്ന മനുഷ്യരല്ലേ. പക്ഷേ കർത്താവ് നമ്മളെ വിളിക്കുന്നു, എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അധ്വാനിക്കുന്നവരാരും ഇനി ഭാരപ്പെടണ്ട. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ജോലിഭാരം എന്നൊക്കെ പറഞ്ഞ് എത്രയോ പേരാ വിഷമിക്കുന്നത്. കർത്താവിലേക്ക് അടുത്താൽ ആശ്വാസം ലഭിക്കും. അധ്വാനിക്കുന്നവർക്ക് വേണ്ടി ആശ്വാസം കൊടുക്കാനാവുന്നത്. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ആരുടെ അടുക്കലേക്ക് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്? യേശുക്രിസ്തുവാണ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ അടുത്തിലേക്ക് വരുവീൻ. കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്കാണ് ചെല്ലേണ്ടത്. ചിലർക്ക് ചെല്ലാൻ എന്തോ ഒരു മടി, അവർ വേറെ ചില സങ്കേതങ്ങൾ കണ്ടുപിടിച്ച് അങ്ങോട്ട് പോകും. അങ്ങനെയല്ല യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ. ആരുടെ അടുക്കലാണ് ചെല്ലണ്ടേ എന്നുള്ളതിന് തെറ്റിപ്പോകരുത്. വേറെ ചിലയിടത്തൊക്കെ പോയാൽ ഈ പറയുന്ന ആശ്വാസം ചിലപ്പം കിട്ടത്തില്ല, ചിലപ്പോൾ നല്ല കിട്ടത്തില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വേണം നമ്മൾ ചെല്ലാൻ. രണ്ടാമത് നമുക്ക് തന്നിരിക്കുന്ന ദാനം, അത് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലാണ്. സ്വർഗത്തിൽ ചെല്ലാൻ നമുക്ക് അനുവാദമുണ്ട്. മത്തായി 16:19 സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും.
താക്കോലിൽ ഏൽപ്പിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്മേൽ അധികാരമുണ്ടെന്ന്. തുറക്കാനും അടയ്ക്കാനും. കയറാൻ എങ്ങനെയാണ് സ്വർഗത്തിൽ കയറുന്നതെന്ന് പഴയ നിയമകാലത്ത് ആൾക്കാർക്ക് അറിയത്തില്ലായിരിക്കും. കർത്താവിനോട് ചോദിച്ചു പലരും, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, നിത്യജീവൻ ലഭിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് പഠിപ്പിച്ചു. അവർക്ക് മനസ്സിലായോ എന്തോ, ചിലരൊക്കെ അങ്ങ് തിരിഞ്ഞങ്ങ് പോയി. പുതിയ നിയമത്തിൽ നമുക്കറിയാം, യേശു ക്രിസ്തുവിനെ രക്ഷകനായി വിശ്വസിച്ച് അവൻ്റെ അടുത്തോട്ടങ്ങ് ചെന്നാൽ മതി. താക്കോൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. അടയ്ക്കുകയും തുറക്കുകയും ഒക്കെ ചെയ്യാൻ അനുവാദം തന്നിരിക്കുകയാണ്. മൂന്നാമത്തെ ദാനമെന്ന് പറയുന്നത് ദുരാത്മാക്കളുടെ മേൽ നമുക്ക് അധികാരം തന്നിരിക്കുക. ലൂക്കോസ് 10:19 ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. പാമ്പ്, തേള്, ശത്രുവിൻ്റെ ശക്തികൾ, അവയുടെ മേൽ ചവിട്ടി നടക്കാൻ നമുക്ക് അധികാരം നൽകിയിരിക്കുക. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കത്തില്ല. പാമ്പ് ഉപദ്രവിക്കത്തില്ല, തേള് ഉപദ്രവിക്കത്തില്ലെന്ന് മനസ്സിലായിക്കണം. ഇനി സാധാരണ പാമ്പും സാധാരണ തേളും മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് അറിഞ്ഞിരിക്കണം. പാമ്പെന്ന് പറയുന്ന ആദ്യം മുതലേ നമ്മൾ കാണുന്ന പാമ്പാണ്. ആദത്തെയും ഹവ്വായെയും പറ്റിച്ച, പാപം ചെയ്യാൻ ഇടയാക്കി തീർത്ത ആ പാമ്പ്, സർപ്പം, അതിപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. തേളുകൾ, ഈ പിശാചിൻ്റെ ചൈതന്യത്തോട് പ്രവർത്തിക്കുന്ന തേളിനെക്കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതാ തേള്. നമ്മൾ സാധാരണ കാണുന്ന തേളാണെങ്കിൽ ഒരു കല്ലെടുത്തെറിഞ്ഞാലെങ്കിൽ ചത്തുപോകും. ആ തേളിൻ്റെ കാര്യമല്ല, പാതാളത്തിൽ നിന്ന് വരുന്ന ഒരു തേള്, പൈശാചിക ശക്തി, അതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അതെല്ലാത്തിനെയും നമുക്ക് ചവിട്ടി മെതിക്കാൻ സാധിക്കും. ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മേൽ നമുക്ക് ചവിട്ടി നടക്കാൻ സാധിക്കും. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. അതാണ് മൂന്നാമത്തെ ദാനം നമ്മൾ ചിന്തിച്ചത്. 4, ജീവജലം. ഇത് സാധാരണ ജലമല്ല, ജീവജലം. യോഹന്നാൻ 4:14 എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. ഒരു സാധാരണ സ്ത്രീയാണെങ്കിലും സമറിയക്കാർ സ്ത്രീയോട് യേശു സംസാരിക്കുമ്പോൾ നമ്മളെല്ലാം അറിഞ്ഞിരിക്കില്ല, വലിയ വിശ്വാസ സത്യങ്ങളുടെ പ്രഖ്യാപനമായി യേശു നടത്തിയത്. ആ സ്ത്രീക്ക് വെള്ളം വേണം. അവൾ സാധാരണ കിണറ്റിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. ആ വെള്ളം അവൾക്കങ്ങ് കോരിയാൽ ഇനി ഒരിക്കലും ദാഹിക്കാത്ത ജലം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അത് കിട്ടിയെന്നാണ് അവൾ വിചാരിച്ചത്. പക്ഷേ കർത്താവ് അത് പിന്നെ വ്യാഖ്യാനിച്ച് പറഞ്ഞു കൊടുക്കുന്നു, ഞാൻ കൊടുക്കുന്ന വെള്ളം ഈ കിണറ്റിലെ വെള്ളമല്ല, അതിൻ്റെ പേര് ജീവജലം. അത് കുടിക്കുന്നവനെ പിന്നീട് ദാഹിക്കുകയില്ല, നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായി മാറും. അത് ജീവൻ തന്നെ ക്രിസ്തു അല്ലേ? വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ആ ജീവൻ നമ്മൾ പ്രാപിക്കണം. ആ ജീവനിലേക്ക് നമ്മൾ ഉൾക്കൊള്ളണം. ആ ജീവൻ നമ്മളിലേക്ക് വരണം. പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ദാഹമെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പിന്നെയും കിട്ടണം എന്നുള്ള ആഗ്രഹമാണ്. ഈ ഭൂമിയിലെ ഭൗതിക വസ്തുക്കൾക്കെല്ലാം അങ്ങനെ ഉള്ളൊരു കുഴപ്പമുണ്ട്, തികയത്തില്ല. എത്ര കിട്ടിയാലും പിന്നെയും വേണം, എത്ര കിട്ടിയാലും പിന്നെയും വേണം. നിത്യജീവൻ്റെ ജലം പിന്നീട് ദാഹിക്കുന്നതല്ല, അത് സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിക്കും, അരുവിയാകും. അതിനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ആ സ്ത്രീക്ക് അവസാനം അത് മനസ്സിലായി, സമരക്കാർ സ്ത്രീക്ക്. അവൾ ആ കുട അവിടെ വെച്ചേച്ച് പട്ടണത്തിൽ ചെന്ന് ആൾക്കാരോട് പറഞ്ഞു, സുവിശേഷത്തിൻ്റെ സാക്ഷി, ഒന്നാമത്തെ സാക്ഷി. അവളറിഞ്ഞ സത്യം, ജീവന ജലം ഞാൻ കണ്ടുപിടിച്ചു, ഇവനാണോ വരാനിരിക്കുന്ന ക്രിസ്തു എന്ന് അവൾക്ക് തോന്നുന്നു, മനസ്സിലാകുന്നു. അവൾ ചെന്ന് പട്ടണവാസികളോട് പറയുന്നു. അവരെല്ലാം വന്നു. അവർ പിന്നെ പറഞ്ഞു, നീ പറഞ്ഞത് കൊണ്ടല്ല, ഞങ്ങൾ തന്നെ നേരിട്ട് അവനിൽ കണ്ട് വിശ്വസിക്കുന്നു, ഞങ്ങൾ അവനിൽ വിശ്വസിക്കുന്നു. വരാനിരിക്കുന്ന ക്രിസ്തു ഇവൻ തന്നെ, ജീവജലം അവൻ്റെ പക്കലുണ്ട്. അടുത്ത 5-ാമത്തെ ഒരു ദാനം എന്ന് പറയുന്നത് സ്വർഗീയമായ
ആ സ്വർഗീയ അപ്പം അത് ക്രിസ്തു തന്നെ. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ഈ അപ്പത്തിൻ്റെ പ്രത്യേകത ജീവനുള്ള അപ്പമാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ജീവനുള്ള അപ്പമാണത്. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. 6 നിത്യജീവൻ. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 27-28 വാക്യങ്ങൾ. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല, അവയെ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല. യേശു പറഞ്ഞ ഒരു വാചകം നമ്മൾ ശ്രദ്ധിച്ചോളൂ. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. ആട്ടിടയൻ്റെ സ്വരം ആടുകൾ ശ്രവിക്കണം. സുവിശേഷം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, തീർന്നിട്ടില്ല, ധാരാളം ഇനി പ്രവർത്തിക്കാനുണ്ട്. കേട്ടവരിൽ കുറേ പേര് വിശ്വസിക്കുന്നു, എല്ലാവരും വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടാണ് കേട്ടിട്ടും വിശ്വസിക്കാതിരിക്കുന്നത് എന്ന് നമുക്കൊരു സംശയം തോന്നാം. അത് ഈ വാക്യമാണ് ഉത്തരം. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. ചിലർ യേശുവിൻ്റെ ആടുകൾ പെടുന്നവരിൽ അല്ല. കേട്ടാലും മനസ്സിലാകത്തില്ല, അവരുടെ ചെവിയിൽ കൂടെ കയറും, പക്ഷേ എൻ്റെ പൊരുൾ അവർക്ക് ഗ്രഹിക്കാൻ ഒക്കുന്നില്ല. ആടുകളിൽ പെടുന്നവരല്ല. അതുകൊണ്ടാണ് വെളിപ്പെടുത്തപ്പെട്ട് കിട്ടുന്ന ചില സത്യങ്ങളൊക്കെ ഉണ്ട്. പത്രോസിന് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തിയത് എന്നാണ് പത്രോസിനോട് യേശു പറഞ്ഞത്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തു ആകുന്നു എന്ന് പത്രോസ് യേശുവിനെക്കുറിച്ച് വിശ്വാസ പ്രഖ്യാപനം നടത്തിയപ്പോൾ യേശു പറഞ്ഞു, ജഡരക്തങ്ങളല്ല നിനക്കത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. സ്വരം ശ്രവിക്കണമെങ്കിൽ തന്നെ അവൻ്റെ ആടുകളിൽപ്പെട്ടവരായിരിക്കണം. അങ്ങനെ ആടുകളിൽപ്പെട്ടവർക്ക് അവനെ അനുഗമിക്കും. അവർക്ക് കർത്താവ് നിത്യജീവൻ നൽകും. അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല. അവയെ എൻ്റെ അടുക്കൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും സാധ്യമല്ല. അങ്ങ് ക്രിസ്തുവിനോടെ പോയി ഇന്ന് പിടിച്ചു പറിക്കാമെന്ന് വിചാരിച്ചാൽ അതിൽ സാധ്യമല്ല. ആരും നശിച്ചു പോകത്തില്ല. 7-മതൊരു കാര്യം, ഒരു ദാനം എന്ന് പറയുന്നത് സമാധാനത്തെക്കുറിച്ചാണ്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. നമുക്ക് സമാധാനം തരുന്നത് കർത്താവാണ്. സമാധാനത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. യുദ്ധകലഹങ്ങളൊക്കെ നിൽക്കുന്നു, മനുഷ്യന് സമാധാനം വേണം. ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിലും സമാധാനം ഉണ്ടാകണം. അസ്വസ്ഥരാകേണ്ട, ഭയപ്പെടേണ്ട എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് എടുത്തു പറഞ്ഞൊരു കാര്യം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നത്. ലോകം സമാധാനം തരാമെന്നൊക്കെ പറഞ്ഞാൽ ഒന്നും പ്രയോജനപ്പെടുന്നില്ല. കർത്താവിൻ്റെ സമാധാനം നമുക്ക് വേണം, കർത്താവ് നമുക്ക് നൽകുകയാണ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, കർത്താവ് തരുന്ന ആ സമാധാനം നമുക്ക് പ്രാപിക്കാം. വചനത്തിലെ അടുത്ത വാക്യം, എല്ലാ സ്വർഗങ്ങൾക്കും ഉപരി അവൻ കയറിപ്പോയി എന്നാണ്. എല്ലാ സ്വർഗങ്ങൾക്കും ഉപരി. അപ്പോൾ സ്വർഗമെന്ന് പറയുന്നിടത്ത് പ്ലൂറൽ ബഹുവചനം ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാ സ്വർഗങ്ങൾക്കും ഉപരി. അത് സൂചിപ്പിക്കുന്നത് സ്വർഗത്തിൽ തന്നെ വിവിധ മണ്ഡലങ്ങളുണ്ട് എന്നൊരു സൂചനയാണ്. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 2
പൗലോസ് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെക്കുറിച്ച്, പൗലോസിനെ കുറിച്ച് തന്നെയാണ് പൗലോസ് പറയുന്നുണ്ട്. 3-ാം സ്വർഗം വരെ. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് തന്നെ സ്വർഗം പല മണ്ഡലങ്ങളുണ്ടെന്ന്. യഹൂദന്മാരുടെ വിശ്വാസമനുസരിച്ച് സ്വർഗം 3 തട്ടെന്നാണ് അവരുടെ വിചാരം. പൗലോസ് സാധാ ഇവിടെ പറഞ്ഞത്, ഞാൻ 3-ാം തട്ട് വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ എനിക്കറിയാം. പല മണ്ഡലങ്ങളുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം. സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തു എല്ലാ മണ്ഡലങ്ങളുടെയും പരിധിക്ക് മുകളിൽ പ്രവേശിച്ചു എന്നും അവൻ്റെ ശക്തിയും സജീവ സാന്നിധ്യവും എല്ലാ പ്രപഞ്ചത്തിലും വ്യാപിച്ചിരിക്കുന്നു എന്നുമാണ് പൗലോസിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരിടത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്ന ശക്തിയല്ല യേശു ക്രിസ്തു. സകല പ്രപഞ്ചങ്ങളിലും അവൻ്റെ ശക്തി വ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ പ്രപഞ്ചങ്ങളുടെയും എല്ലാ സ്വർഗമണ്ഡലങ്ങളുടെയും ഉപരി അവൻ എത്തിയിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒതുക്കി വെക്കാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ എനിക്ക് വേണ്ടി പണിയുന്ന ദേവാലയം ഏതാണെന്നാണ് കർത്താവ് ചോദിക്കുന്നത്. കല്ലുകൊണ്ടൊരു കെട്ടിടം എന്നെ അവിടെ ഇരുത്താൻ വേണ്ടി ഉണ്ടാക്കുകയാണോ? സ്വർഗീയ മണ്ഡലങ്ങളിലും വ്യാപിക്കുന്ന അവൻ സകല പ്രപഞ്ചങ്ങളിലും അധികാരത്തോടുകൂടി വ്യാപിച്ചിരിക്കുന്ന അവനെ ഒരിക്കലും ഒരിടത്ത് ഒതുക്കി നിർത്താവുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. 4:11 വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ വായിക്കാം. 11 വാക്യം. അവൻ ചിലർക്ക് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റും ആകാൻ വരം നൽകി. ഇനി പൗലോസ് പറയുന്ന ആ ദാനങ്ങളുടെ ലിസ്റ്റുകളാണ്. അതിൽ ആദ്യം തുടങ്ങുന്നത് അപ്പോസ്തലൻ, പിന്നെ പ്രവാചകൻ, ആ കാര്യങ്ങളാണ്. നമുക്കതിനെക്കുറിച്ച് ഈ 11 വാക്യത്തിൽ ചിന്തിക്കാം. സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടവനായ ക്രിസ്തു സഭയിലെ അംഗങ്ങൾക്ക് തൻ്റെ ദാനങ്ങൾ നൽകുകയാണ്. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലന്മാർ. അപ്പോസ്തലൻ എന്നുള്ള വാക്യം കൊണ്ട് വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവനെന്നാണ്. യേശു ക്രിസ്തുവിനെ ആ അർത്ഥത്തിൽ പിതാവായ ദൈവത്തിൽ അയക്കപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിൽ അപ്പോസ്തലൻ എന്ന് പ്രയോഗിക്കാറുണ്ട്. എങ്കിലും സാധാരണ അർത്ഥത്തിലല്ല. സാധാരണമായിട്ട് അപ്പോസ്തലന്മാരെന്ന് പറയുന്നത് 12 അപ്പോസ്തലന്മാർ. യൂദായ്ക്ക് ആ സ്ഥാനം നഷ്ടപ്പെട്ടു പോയി. 12 ശിഷ്യന്മാരെ എടുത്തു. അവരെയാണ് അപ്പോസ്തലന്മാരെന്ന് പറയുന്നത്. യൂദ നഷ്ടപ്പെട്ടവനാണല്ലോ. അതാണ് പ്രധാനമായിട്ടും. പിന്നെ വേറെ ചില അഡീഷൻസ് ഒക്കെയുണ്ട്. അതായത് നമുക്കിവിടെ ചിന്തിക്കാം. എന്നാൽ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. ഈ 12 പേരെയാണ് പ്രധാനമായിട്ടും. പിന്നെ പ്രത്യേകമായിട്ട് ആ പേരിന് അർഹരായ ചിലരുണ്ട്, അവരും. അതല്ലാതെ ഇന്ന് ചിലർ അപ്പോസ്തലനായ പേരും അങ്ങനെ പറയാൻ പാടില്ല. കാരണം അത് യേശുക്രിസ്തുവിനാൽ നൽകപ്പെട്ട ഒരു പ്രത്യേക പദവിയാണ്. എല്ലാവർക്കും എടുത്ത് ഉപയോഗിക്കാവുന്ന ഒരു വാക്കല്ലത്. വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവനാണ്. അങ്ങനെയാണെങ്കിൽ ഏതൊരു പിയൂണിനും വേണേൽ പറയാം, ഞാൻ എൻ്റെ സാർ എന്നെ അയച്ചതാ, ഞാനും അപ്പോസ്തലനാണെന്ന് പറയാമല്ലോ. ആ അർത്ഥത്തിലൊന്നും ഉപയോഗിക്കാനുള്ള വാക്കല്ലത്. അത് പ്രത്യേക ചില പദവികളാണ്. നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. എല്ലാവരും അങ്ങനെ ഉപയോഗിക്കുന്നത് ശരിയല്ല. അപ്പോസ്തലനായ ഇന്നാര് ഇന്ന് പ്രസംഗിക്കുന്നു എന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമല്ല. അങ്ങനെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്നൊരു വാക്കല്ലത്. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ യൂദ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഉയർത്തെഴുന്നേറ്റവനായ യേശു പ്രത്യക്ഷപ്പെടുന്നു.
തൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷികളായി അവർ അയക്കപ്പെട്ടവരുമാണ്. കർത്താവിൻ്റെ ദർശനം, വെളിപാട് അവിടെ പ്രത്യക്ഷപ്പെട്ടു ഈ 11 പേർക്കും. മാത്രമല്ല അവരെ ഒരു നിയോഗം കൊടുത്തു, എൻ്റെ ഉയർപ്പിന് സാക്ഷികളാകണം, നിങ്ങളിതിന് സാക്ഷികളാണ്. അപ്പോൾ കണ്ടു എന്ന് മാത്രമല്ല ഒരു നിയോഗവും അവർക്കുണ്ട്. അവരെയാണ് നമ്മൾ സാധാരണ രീതിയിൽ അപ്പസ്തോലന്മാർ എന്ന് പറയുന്നത്. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 47-48 വാക്യങ്ങൾ. പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഇത് എല്ലാ ജനങ്ങളോടും പ്രസംഗിക്കണം. നിങ്ങളാണ് അതിന് സാക്ഷികൾ. കണ്ടവരാണല്ലോ, കേട്ടവരാണല്ലോ, സാക്ഷികളായിരിക്കണം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെ. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവീൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവീൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഒരു നിയോഗം കൊടുത്താണ് അവരെ അയക്കുന്നത്. അവരെയാണ് അയക്കുന്നത്. അവർ കണ്ടവരാണ്. യോഹന്നാൻ സുവിശേഷം 20-21 വാക്യം. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അയക്കപ്പെടുന്നു. ആ അർത്ഥത്തിലാണ് അപ്പസ്തോലൻ എന്ന് പറയുന്നത്. പത്രോസ് അപ്പസ്തോലനായിരിക്കുന്നത് പോലെ താനും അപ്പസ്തോലനാണ് എന്ന് പൗലോസ് പറയുന്നുണ്ട്. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അത് സമർത്ഥിക്കുന്നു. ഗലാത്യ ലേഖനം 2:7. പരിച്ഛേദിതർക്കുള്ള സുവിശേഷം പത്രോസിനെ എന്നതുപോലെ അപരിച്ഛേദിതർക്കുള്ള സുവിശേഷം എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കി. ഇനി യേശുവിൻ്റെ അപ്പസ്തോലനായിരിക്കാൻ എന്താണ് ഘടകങ്ങൾ വേണ്ടത്? 2 പ്രധാന ഘടകങ്ങൾ ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, ഉയർത്തെഴുന്നേറ്റവനായ യേശുവിൻ്റെ ദർശനമുണ്ടായിരിക്കണം. പൗലോസിനും ഉണ്ടായോ? പൗലോസ് ദമാസ്കസിലേക്ക് പോയപ്പോൾ ആ ദർശനമുണ്ടായി. മറ്റുള്ളവർക്കുണ്ടായതിനെക്കാട്ടിൽ ശക്തമായ വേറൊരു രീതിയിൽ യേശു ഒരു പ്രകാശത്തിൽ പൗലോസിന് കാണപ്പെടുകയാണ്. പൗലോസ് നോക്കിയപ്പോൾ യേശു നസ്രയനായ യേശുവാണെന്ന് യേശു പറയുന്നു. നീ പീഡിപ്പിക്കുന്ന നസ്രയനായ യേശു. നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ തേജസ് യേശുവിൽ പ്രകാശിക്കുന്നു. അപ്പോൾ പൗലോസിന് എല്ലാം പിടികിട്ടി. ഇതുവരെയും ഞാൻ ചെയ്തത് തെറ്റിപ്പോയി, എൻ്റെ ബോധ്യമായിരുന്നു തെറ്റ്. യേശു ദൈവപുത്രൻ എന്ന് പൗലോസിനെ മനസ്സിലായി. ദർശനമുണ്ടായോ? ശക്തമായ രീതിയിൽ ദർശനമുണ്ടായി. പൗലോസ് ദമാസ്കസിലേക്കുള്ള യാത്രാമധ്യേ യേശുവിനെ ദർശിച്ചു. 1 കൊരിന്ത്യർ 9:1. ഞാൻ സ്വതന്ത്രനല്ലേ? ഞാൻ നമ്മുടെ കർത്താവായ യേശുവിനെ കണ്ടിട്ടില്ലേ? കർത്താവിന് വേണ്ടിയുള്ള എൻ്റെ അധ്വാനങ്ങളുടെ ഫലമല്ലേ നിങ്ങൾ? കൊരിന്ത്യർക്കാരോട് പറയുകയാണ്. രണ്ടാമത്, സുവിശേഷ പ്രഘോഷണത്തിന് യേശുവിനാൽ നിയോഗിക്കപ്പെടണം. അപ്പോസ്തലനാകാനുള്ള പദവിയുടെ ഒരു ലക്ഷണമാണത്. അപ്പോസ്തല പ്രവൃത്തികൾ 9:15. കർത്താവ് അവനോട്, അനനിയാസിനോട് പറയുകയാണ്, നീ പോകുക, വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവ പാത്രമാണ് അവൻ. പഴയ നിയമത്തിലെ പ്രവാചകന്മാരും പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാരുമായുള്ള ഒരു തുലനം പത്രോസ് തൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അനനിയാസിനോട് കർത്താവ് പറഞ്ഞത്, നീ പോയി
അവൻ്റെ കണ്ണിന് കാഴ്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാഴ്ച ലഭിച്ചു. അവന് ആരാണ്? ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ, രാജാക്കന്മാരുടെയും വിജാതിരുടെയും മുമ്പിൽ എൻ്റെ നാമം വഹിക്കാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്ത പാനപാത്രമാണവൻ, കപ്പലാണ്. സുവിശേഷ വേലയിൽ പൗലോസ് ചെയ്തത് നമുക്കറിയാം. ലോകം മുഴുവൻ കപ്പൽ യാത്ര ചെയ്തു, കാൽനടയായിട്ട് പോയി, എല്ലായിടത്തും, ലോകം മുഴുവൻ എന്നറിയുന്ന എല്ലായിടത്തും പൗലോസ് ചെല്ലുന്നു. അതുകൊണ്ടാണ് എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട കപ്പൽ, യാനപാത്രമാണ് അവൻ എന്ന് പൗലോസിനെക്കുറിച്ച് യേശു പറയാൻ കാരണം. പിന്നെ അപ്പോൾ ഈ 2 യോഗ്യതയും പൗലോസിനുമുണ്ട്, 11 പേർക്കുമുണ്ട്. അപ്പോൾ എല്ലാവർക്കുമല്ല, ഇങ്ങനെയുള്ള ചിലർക്കാണെന്ന് അപ്പോസ്തല സ്ഥാനമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിയമത്തിലെ അപ്പോസ്തോലന്മാർ, പുതിയ നിയമത്തിലെ അപ്പോസ്തോലന്മാരുമായുള്ള ഒരു തുലനം ഈ പഴയ നിയമത്തിലെ പ്രവാചകന്മാരുമായിട്ട് പത്രോസിൻ്റെ ലേഖനത്തിലൊരു സൂചനയുണ്ട്. 2 പത്രോസ് 3:2 വിശുദ്ധ പ്രവാചകന്മാരുടെ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തോലന്മാർ വഴി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കർത്താവായ രക്ഷകൻ്റെ കൽപ്പനയും നിങ്ങൾ അനുസ്മരിക്കുവിൻ. ഇപ്പം പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും വഴി നിങ്ങൾക്ക് ലഭിച്ച ഒരേ തട്ടിലാണ് 2 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കോയുടെ സുവിശേഷം 11:49 അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ജ്ഞാനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അവരുടെ അടുക്കലേക്ക് പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും അയക്കും, അവരിൽ ചിലരെ അവർ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. പഴയ നിയമ പ്രവാചകന്മാർക്ക് ദൈവത്തിൻ്റെ ഒരു ദർശനമുണ്ടാകുകയും പിന്നീട് ദൈവഹിതം അറിയിക്കുവാനായിട്ട് അവർക്ക് ഒരു നിയോഗമുണ്ടാകുകയുമാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതേ പ്രകാരം തന്നെ പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർക്ക് ദൈവദർശനം ഉണ്ടാകുകയും അവർ ഐക്യപ്പെടുകയുമാണ് ചെയ്യുന്നത്. പൗലോസിൻ്റെ അപ്പോസ്തല സ്ഥാനം പരിശോധിക്കുമ്പോൾ പഴയ നിയമത്തിലെ ജെറമിയ പ്രവാചകനോട് സാദൃശ്യമുള്ളതായിട്ട് നമുക്ക് കാണാം. അവൻ്റെ ജോലിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടപ്പാടുകളിൽ ജെറമിയ പ്രവാചകനോട് ഒരു തുലനം നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൊരിന്ത്യ ലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും അപ്പസ്തോല സ്ഥാനത്തിനാണ് 1ാമത്തെ പദവി നൽകപ്പെട്ടിരിക്കുന്നത്. ആദ്യം തുടങ്ങുന്നത് അങ്ങനെ, സഭയിലെ അപ്പസ്തോലത്തിൻ്റെ ആ പ്രാധാന്യമാണ് അത് കാണിക്കുന്നത്. 1 കൊരിന്ത്യർ 12:28 ദൈവം സഭയിൽ 1ാമത് അപ്പോസ്തലന്മാരെയും 2ാമത് പ്രവാചകന്മാരെയും തുടർന്ന് അത്ഭുത പ്രവർത്തകർ, ഭരണകർത്താക്കൾ, വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നവർ എന്നിവരെ നിയമിച്ചിരിക്കുന്നു. എഫെസോസ് 4:11 അവൻ ചിലർക്ക് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകി. തുടങ്ങുന്നത് അപ്പോസ്തല പദവിയെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെയും കണ്ടത് ഈ 11 പേരും പ്ലസ് പൗലോസും. എന്നാൽ ഈ 12 പേരും പൗലോസും കൂടാതെ വേറെ ചിലരെ കൂടി അപ്പോസ്തോലന്മാർ എന്ന ആ പദവി, ആ പേരിൽ ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും പറയാനുള്ളൊരു വാക്കല്ല, ചിലർക്ക് സ്പെഷ്യലായിട്ട് കിട്ടിയതാണെന്ന് മനസ്സിലാക്കണം. 1ാമത് കർത്താവിൻ്റെ സഹോദരനായ യാക്കോബ്. ഒരു പ്രത്യേകതയുള്ളത്, യാക്കോബ് ജെറുസലേം സഭയുടെ ചുമതല വഹിച്ച ആളാണ്. മാത്രമല്ല കർത്താവിൻ്റെ സഹോദരനാണെന്നുള്ള ഒരു പദവിയുടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗലാത്യ 1:19 കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ മറ്റാരെയും ഞാൻ കണ്ടില്ല. പൗലോസ് പറയുന്നൊരു കാര്യമാണ്. അവിടെ ചെന്നപ്പോൾ, ജെറുസലേമിൽ ചെന്നപ്പോൾ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ വേറെ അപ്പോസ്തലന്മാരാരെയും ഞാൻ കണ്ടില്ല. അപ്പം യാക്കോബിനെ അപ്പോസ്തലൻ എന്ന ഒരു സൂചന അവിടുന്ന് വരുന്നുണ്ട്. പിന്നുള്ളത് 1 ബാർണബാസാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 14:14 ഇതറിഞ്ഞ് അപ്പോസ്തലന്മാരായ ബാർണബാസും പൗലോസും വസ്ത്രം കീറി ജനക്കൂട്ടത്തിലേക്ക് ഓടി ചെന്നു. ഇസ്രായേൽ പൗലോസും ബാർണബാസും ദേവന്മാരാണെന്ന് വിചാരിച്ച് ഇസ്രായേലെ പുരോഹിതനൊക്കെ വന്ന് ബലിയർപ്പിക്കാനായിട്ട് തുടങ്ങി. കാര്യം, ഒരു മുടന്തനെ
പൗലോസ് സുഖപ്പെടുത്തി, അവൻ്റെ വിശ്വാസം കണ്ട് സുഖപ്പെടുത്തിയതാണ്. അപ്പോൾ അവരുടെ ഒരു ദേവനാണെന്ന് വിചാരിച്ച് പെട്ടെന്നൊരു ബലി അർപ്പിക്കണമെന്ന് വിചാരിച്ച പുരോഹിതൻ ഓടി വന്നു. പെട്ടെന്ന് ബാർണബാസും പൗലോസും വസ്ത്രം കീറി പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള സാധാരണ മനുഷ്യരാണ്. ആ വിവരം അവിടെ പറഞ്ഞു. ഏതായാലും അപ്പസ്തോലൻ എന്നുള്ള പ്രയോഗം അവിടെ ബാർണബാസിനും കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വേറെ റോമാലേഖനത്തിൽ അന്ത്രോണിക്കോസ്, യൂണിയസ് എന്ന് 2 പേരെ അപ്പസ്തോലന്മാർ എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. പൗലോസ് തന്നെ പറയുകയാണ്, റോമ 16:7, എൻ്റെ ബന്ധുക്കളും എന്നോടുകൂടെ കാരാഗ്രഹവാസം അനുഭവിച്ചവരുമായ അന്ത്രോണിക്കോസിനും യൂണിയസിനും അഭിവാദനം നൽകുവീൻ. അവർ അപ്പസ്തോല ഗണത്തിലെ പ്രമുഖരും എനിക്ക് മുമ്പേ ക്രിസ്ത്യാനികളുമായവരുമാണ്. 2 പേരുടെ പേര് റോമ ലേഖനത്തിലാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഏതാനും പേർക്ക് അപ്പസ്തോലൻ എന്നുള്ള പദവി അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ പറയാമെന്നുള്ളൊരു വാക്കല്ലത്, അത് പ്രത്യേക പദവിയാണ്. അത് ചിലർക്കൂടെ അത് കൊടുത്തിരിക്കുന്ന ദൈവമാണെന്നങ്ങ് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് കാണുന്നവരെല്ലാം ഞാൻ അപ്പസ്തോലനാണെന്നൊന്നും പറഞ്ഞു കളയരുത്, അത് ആ പദവിക്ക് യോജിച്ചതല്ല. ഇനി രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ദാനമെന്ന് പറയുന്നതാണ്, പല ദാനങ്ങളുണ്ട്, നമുക്ക് ഒരു ദാനം കൂടെ ഇപ്പം ചിന്തിക്കാം. പ്രവാചകന്മാർ എന്ന് പറയുന്ന ദാനമാണ്. മറ്റുള്ളവരുടെ ഉത്കർഷത്തിനും പ്രോത്സാഹനത്തിനും ആശ്വാസത്തിനും വേണ്ടിയാണ് പ്രവാചകൻ സംസാരിക്കുന്നത്. 1 കൊരിന്ത്യർ 14:3 ആ വാചകമുണ്ട്. പ്രവചനത്തിന് വേണ്ടി എല്ലാവരും തന്നെ തീക്ഷ്ണമായി ആഗ്രഹിക്കുവാനാണ് പൗലോസ് പറയുന്നത്. എല്ലാവരും, നമ്മളെല്ലാവരും പ്രവചനവരത്തിന് വേണ്ടി തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കണം, എല്ലാവരും പ്രവാചകന്മാരാകണം. അതാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. 1 കൊരിന്ത്യർ 14:24, എല്ലാവരും പ്രവചിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഒരു അവിശ്വാസിയോ അജ്ഞനോ അവിടെ വരുന്നതെങ്കിൽ തന്നെ വിധിക്കാനും പരിശോധിക്കാനും ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്താനും നിങ്ങൾ അവന് കാരണമാകും. അപ്പോൾ ഇങ്ങനെ പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും കയറി വന്നാൽ സഭാ സമ്മേളനത്തിൽ അവൻ്റെ ഹൃദയത്തെ പരിശോധിക്കാൻ, അവൻ തന്നെ മനസ്സിലാക്കാൻ, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ അത് കാരണമായി തീരും. പ്രവചനശക്തി, ആ വരം എല്ലാവരും ആഗ്രഹിക്കാനാണ് പൗലോസ് പറയുന്നത്. സംഖ്യാപുസ്തകത്തിൻ്റെ 12:6 അവിടുന്ന് അരുളി ചെയ്തു, എൻ്റെ വചനം ശ്രവിക്കുക, നിങ്ങളുടെ ഇടയിലൊരു പ്രവാചകനുണ്ടെങ്കിൽ കർത്താവായ ഞാൻ ദർശനത്തിൽ അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും, സ്വപ്നത്തിൽ അവനോട് സംസാരിക്കുകയും ചെയ്യും. അങ്ങനെ പ്രവാചകന്മാർക്ക് കർത്താവ് നേരിട്ട് വന്ന് ചില ദർശനങ്ങളൊക്കെ തരും, സ്വപ്നത്തിൽ സംസാരിക്കും. പ്രവാചകനാകാൻ നമ്മളെല്ലാം ആഗ്രഹിക്കണം. ദൈവത്തിൻ്റെ വചനം അത് മറ്റവരെ പ്രോത്സാഹിപ്പിക്കുന്നതും ആശ്വസിപ്പിക്കുന്നതും ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രോത്സാഹിപ്പിക്കുന്നതും ആശ്വാസം നൽകുന്നതും ആണ്, അത് അവരുടെ ഉത്കർഷത്തിന് ഉതകുന്നതാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും പ്രവാചകന്മാരാകണമെന്ന് ആഗ്രഹിക്കണമെന്ന് പൗലോസ് നമ്മളിവിടെ എടുത്തു പറയുന്നു. ജെറുസലേമിനെക്കുറിച്ച് കർത്താവിനൊരു സങ്കടമുണ്ടായി. മത്തായിയുടെ സുവിശേഷം 23:37 വാക്യം, ജെറുസലേം ജെറുസലേം, പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുക്കലേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ കാത്തുകൊള്ളുന്നത് പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ല. പിടക്കോഴി കുഞ്ഞുങ്ങളെ ചേർക്കുന്ന പോലെ നിങ്ങളെ ചേർക്കാൻ കർത്താവ് ആഗ്രഹിക്കുക. നമ്മൾ സമ്മതിക്കാതിരുന്നാൽ മതി. ആ ചിറകിൻ്റെ കീഴിലോട്ട് നമ്മൾ ചെല്ലണം. അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇന്നാണ് നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത് എഫേസ്യോസ് 4:7-11 വരെയാണ് കർത്താവ് നൽകുന്ന വിവിധ ദാനങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചത്. ആശ്വാസം, സ്വർഗരാജ്യൻ്റെ താക്കോല്, ദുരാത്മാക്കളുടെ മേൽ അധികാരം, ജീവജലം, നിത്യജീവൻ, സമാധാനം, ഈ കാര്യങ്ങളൊക്കെയും നമ്മൾ ചിന്തിച്ചു. അടുത്തത് 138 എപ്പിസോഡിൽ നമുക്ക് എഫേസ്യോസ് 4:11 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവ് അതിനെ നമ്മളെ ശക്തരാക്കി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.